അതുൽ സ്കോട്ടിൻ്റെ പുതിയൊരു വീഡിയോകൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എണീക്കുന്നത് CS റാങ്ക് ആയിട്ടാണ്. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഏസ് ട്രൈ ചെയ്യാൻ പോവാണ്. ഏസ് വരുമോയെന്നറിയില്ല. ഓക്കെ, നമ്മളിന്ന് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇതാ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിന്ന് WSP എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളങ്ങനെ പോവാം. നമ്മുടെ ടീംമേറ്റ്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ടോ? ഈ ഗൈസ് ലൈക്ക് ചെയ്യാ. ഓക്കെ, നമ്മൾ പോകണ്ട. എനിമി എവിടെയാണ് നിൽക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ പോകണ്ടോ എനിക്കൊന്നും അറിയില്ല, ഞാൻ ചുമ്മാ. ഓക്കെ, നമ്മുടെ ടീമേറ്റ് നോർത്ത് ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത് എനിക്കറിയാം. റൈറ്റിൽ പോകണോ ലെഫ്റ്റിൽ പോകണമെന്ന് ജസ്റ്റ് റൈറ്റിൽ പോവാം. ജസ്റ്റ് റൈറ്റിൽ പോയി റൈറ്റിൽ വന്നപ്പോൾ ഇവിടെ ആരുമില്ല. അപ്പോൾ ഇതാ ഇവിടെ ഒരുത്തൻ. അയ്യോ, ഇവനെ എങ്ങനെയെങ്കിലും അടിക്കണം ജസ്റ്റ് ചാടി അടിക്കുമ്പോൾ ടീമേറ്റ് ഓർത്ത് വന്ന് നമ്മളെ അവനെ കില്ലെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മെഡിക്കറ്റ് റൗണ്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും. മെഡിക്കറ്റ് റൗണ്ട് ബാക്കി രണ്ടാളേ ഉള്ളൂ. അവന്മാർ എവിടെയോ വിളിച്ചെടുക്കുന്നുണ്ട്. ടീമിൻ്റെ അടുത്ത് എന്താണെന്ന് ഇവനടുത്ത് ഒന്നുമില്ല. ഓ, ഒരു ടീമായിട്ട് ഡൗൺ ആയി ഗൈസ്. നമ്മുടെ ടീമായിട്ടുള്ള ഒരുത്തൻ ഡൗൺ ആയി. അപ്പോൾ ഇവിടെയാണ് എവിടെയോ ഉള്ളതെന്ന് ജസ്റ്റ് ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ വരും. എന്നിട്ട് അവൻ ഹീൽ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരുത്തൻ എനിക്കിടും. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഹീൽ ചെയ്യും. വീണ്ടും നമ്മുടെ ടീമേറ്റ് ഡൗൺ ആക്കും. ഞാൻ വീണ്ടും ഹീൽ ചെയ്ത് വിടും. അപ്പോൾ അവൻ അങ്ങോട്ട് ഓടി. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ ഈ സൈഡിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെയാണ് എനിമില്ല. അവിടെ ഞങ്ങൾ പോകുമ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് തന്നെ അടിച്ചു കളയും ഗൈസ്. യെസ്, അടുത്തത് നമ്മുടെ നമുക്ക് എന്തെടുക്കുന്ന ബൈസൺ എടുത്തിരിക്കുന്നു. ബൈസൺ അല്ല, അതെ ബൈസൺ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഗ്ലോവലൊന്നും വാങ്ങാൻ നമ്മുടെ കാശില്ല. വാള് വാങ്ങുന്ന കാശില്ല. അങ്ങനെ ഓടുന്നു. ഇതേപോലെ ഫ്രീ ഫയർ കണ്ടന്റ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് വെച്ചോ ഗൈസ്. അപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ നേരെ എടുക്കണം. ഇതേപോലെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ലൈവ് ഇടും. അത് എത്ര മണിക്കാണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് നാളെ പറയാം, നാളത്തെ വീഡിയോയിൽ. ഓക്കെ, നമ്മൾ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഗൈസ്. എനിമി എവിടെയാണെന്നേ അറിയുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ശരി പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് അങ്ങനെ അവൻ്റെ കിട്ടുന്ന ബാക്കപ്പ് കൊടുക്കും. അപ്പോൾ ഞാൻ ഇവന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ ഇവന് മാത്രമേ ഉള്ളൂ. രണ്ടാളും ചത്തു. ഇവന്മാരെന്ത് കളിയാ കളിക്കുന്നത്? കയറിപ്പോയി ചാവും. ഓ, പെട്ടെന്ന് ഇവിടെ നിന്ന് ഓരോ എനിമി. ഞാൻ ഫ്രണ്ടിലാണ് വിചാരിച്ചു. ഫ്രണ്ടിൽ ഗ്ലോ ഇടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് സൈഡിൽ നിന്ന് അടിക്കും. എന്നിട്ട് മെഡിക്കറ്റ് ശ്രദ്ധിച്ചിട്ടിങ്ങനെ ഞാൻ അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ചൂടും. നമ്മുടെ ടീമേറ്റ് വരെ ഡൗൺ ആയി. എന്നിട്ട് ഞാൻ അടിക്കാൻ നോക്കും. പെട്ടെന്ന് രണ്ടാൾ വളഞ്ഞിട്ട് തന്നെ അടിക്കും. എന്നിട്ട് ഞാൻ അങ്ങനെ ഓടും. അയ്യോ, ഒരാ പറഞ്ഞിട്ട് പിന്നെ ഓടിച്ചിട്ട് അടിക്കണ്ടവന്മാര്. ഞാൻ ഓടിച്ചിട്ട് അടിച്ച്. അയ്യേ, ഇതെന്താ കഴിച്ചത്? അങ്ങനെ വീണ്ടും നമ്മൾ M10 ആണ് എടുത്തേക്കുന്നത്. ഓർമ്മയില്ല, ചുമ്മാ എന്നെ ചെയ്ത് വിട്ട്. ഇപ്പോൾ മാച്ച് 1-1 പറഞ്ഞ് പോവാണ്. ശരി, വീണ്ടും എല്ലാം പോലെ തന്നെ അങ്ങനെ ഓടിയിട്ടിട്ടുണ്ടാവും. എല്ലാവരും M10 ആട്ടോ. അണ്ട, ഇവനും M10 ആണ് എടുത്തേക്കണത്. ഞാനുണ്ട് എനിമി അവിടെ. ഇവന്മാരങ്ങനെ ചുറ്റി വരും. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നിൽക്കാൻ വിചാരിച്ചു. അവിടെ നിന്നൊക്കെ നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ. നമ്മുടെ ടീമേറ്റിന് ഫുഡ് സ്റ്റെപ്പ് വരും. അവിടെ പെട്ടെന്ന് നിർത്തും. തല എങ്ങനെ കാണിക്കും. തല കാണിച്ചൊന്ന് ഷൂട്ട് ചെയ്ത ശേഷം നോക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിൽ പോയി. പിന്നെ ഈ എലി പോലത്തെ ഈ സാധനം ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു സാധനമാണ്. ആ എലീനെ അടിച്ചിട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ടീം ഡൗൺ ആവും. എന്നിട്ട് അവന് ഹീൽ ചെയ്ത് അവിടെ ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ടാടാൻ ഹീൽ ചെയ്തിട്ട് ഞാൻ മെഡിക്കറ്റ് ഇടും. എന്നിട്ട് അവനും മെഡിക്കറ്റ് ഇടും. അപ്പോൾ ഒരു എനിമി ഇവിടെ വരും.
അവൻ അങ്ങ് പെട്ടേന്ന് പള്ളാറിനടിച്ചവനെയും കൂടി അങ്ങനെ താത്തി. പാവം ഗൈസ്, അവൻ്റെ ഒരു മൈൻഡ് വായിച്ച് ആലോചിച്ചോക്ക്. ഓക്കെ ഗൈസ്, ഇവിടെ അടിയിൽ നമ്മൾ ടീമേറ്റ് ഇഷ്ടപ്പെടും. അപ്പോൾ അവിടെ ഒരു കില്ലുണ്ടാകും, ആ കില്ല് ക്ലിയർ ചെയ്യുന്നുണ്ടാവും. എവിടെ അടിയിലൊന്നുണ്ടാവും എന്ന് നമ്മൾ ടീമേറ്റ് പറയും. ചിലപ്പോൾ നമ്മളങ്ങനെ ടീമേറ്റിന് പിന്നാലെ അങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്ന് മെഡിക്കിട്ടുണ്ടാവും. വേറെ എന്തെങ്കിലും നല്ല ഗണ്ണെടുത്തിട്ട് പോകാൻ P90 മാത്രം അവൻ്റെ നിന്ന് എടുത്തു. എന്നിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല, ചുമ്മാ നടക്കുന്നു. ഒരുത്തന്നെ മാത്രമേ ഞാൻ കൊന്നുള്ളൂ, ബാക്കിയുള്ള നമ്മുടെ ടീമേറ്റ് ഒന്ന് കൊന്നു. ആളുകൾക്ക് ഒരേ ഒരാൾ. M10 നമ്മൾ മാക്സ് അപ്ഗ്രേഡ് ആക്കിയിട്ടാണ് P90 ദിവസം കളിക്കുന്നത്. രണ്ടിലുണ്ടോ നോക്കി, പക്ഷേ നമുക്ക് ഗ്ലോബൽ വാങ്ങല്ലേ. ഓക്കെ, വാങ്ങിയിട്ട് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അതേപോലെ പോവാണ്. ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വന്ന് നിന്നു. അപ്പോൾ എനിമി അവൻ്റെ അടുത്തേക്ക് പോകും, അവനെ പകുതി ഹെൽത്ത് കുറച്ച് വിടും, പിന്നെ അവൻ വീണ്ടും മെഡിക്കറ്റ് ഇടും. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നു കഴിച്ചു. ഇവിടെ അപ്പോൾ ഒരുത്തിട്ട് നോക്ക് ചെയ്തോട്ട് ഇവിടുന്ന് ചുറ്റി വരും. അതൊക്കെ അറിയാം നമുക്ക്, ട്രിക്സ് അതൊക്കെ പ്ലേയേഴ്സിൻ്റെ ട്രിക്സ്. അവിടെ നോക്കുമ്പോൾ അവിടെ ഉണ്ടാവും. ബാക്കി രണ്ടാൾ പക്ഷെ നമ്മൾ സൂപ്പർ പോയി അടിക്കും. അവനെ ഷൂട്ട് നോക്കും. കയറുമ്പോഴേക്കും ടീം പറന്ന് പറഞ്ഞ് കയറി അടിച്ച് അവൻ്റെ തല വെട്ടി അവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ ഒന്നും ചെയ്യില്ല. നമ്മൾ ടീമൊട്ടൊന്നും എല്ലാം ചെയ്ത് സ്ക്രീനിൽ എനിമിനെ നോക്കിയതിൽ ഇവൻ്റെ SKS ആണ് എടുക്കുന്നത്. SKS വേണ്ട. ശരി പറഞ്ഞു എടുത്ത് വേണ്ടെന്ന് വിചാരിച്ചേ. P90 പോയല്ലോ. അല്ല, SKSിലെ കളിക്കാം. ഞാൻ എന്തായാലും അധികമായിട്ട് M10 കളിക്കാം. ലോങ് റേഞ്ചിൽ എനിമി ഉണ്ടെങ്കിൽ SKSിൽ കളിക്കാം. അത് SKS കളിച്ചിട്ട് പോയാണ്. പെട്ടെന്ന് നമ്മുടെ എനിമി അടിച്ച് കയറി അവൻ അങ്ങോട്ട് എത്തും. ഞങ്ങൾ 3 ആൾക്ക് ഫുസ്റ്റപ്പാണ്. എനിമി അവിടെ മാച്ച് സ്റ്റാർട്ട് ആയതുകൊണ്ട് 2 പേര് കളി. ഇത് ഓർത്ത് ഇവിടെ നോക്കുന്നുണ്ടാവും. പറഞ്ഞ കില്ലുകൾ അപ്പോഴത്തേക്കും ഇവിടെ ഒരുത്തൻ എവിടെ ആ മച്ചാനെ അങ്ങനെ വരട്ടെ ഗൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.